നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോളെ ഇനി തൊട്ടാ ഏത് തമ്പുരാട്ടിയാണെങ്കിലും ആ കൈ ഞാൻ വെട്ടും. ചേച്ചിയമ്മയുടെ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ആരാടി നിന്റെ ചേച്ചിയമ്മ? ഇതാണോ നിന്റെ ചേച്ചിയമ്മന്ന്? ഇതല്ലേ ചേച്ചിയമ്മ? അമ്മേ, ഇതല്ലേ വിഷ്ണുച്ചന്റെ ചേച്ചിയമ്മ? ഇത് നിന്റെ ചേച്ചിയമ്മന്നല്ല, ഇത് വേറേതോ. ആ ബാഡ് ഗേളില്ലേ മധുശ്രീ ആന്റി, അവളും വിഷ്ണുച്ചനുമായിട്ടുള്ള കല്യാണ നിശ്ചയത്തിന്റെ അന്ന് ചേച്ചിയമ്മ വന്നിരുന്നല്ലേ? അന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ബാഡ് ഗേളിനെ ബാഡ് ഗേൾ എന്ന് വിളിച്ചതിന് സത്യാമ്മ എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കായിരുന്നു. എന്നാലും ഇപ്പൊ കാണാൻ പറ്റിയല്ലോ. എന്റെ ചേച്ചിയമ്മ സുന്ദരിയാട്ടോ. ചിരിക്കുമ്പോ കൂടുതൽ സുന്ദരിയാ. ഒന്ന് കുനിഞ്ഞേ, കുനിയാൻ. ഇനി പപ്പിമോൾക്കൊരു ഉമ്മതാ. വേഗം താ. പപ്പി, എന്താടി നിനക്കിവിടെ കാര്യം? അമ്മേ, ചേച്ചിയമ്മ. ചേച്ചിയമ്മയോ? ആരുടെ ചേച്ചിയമ്മ? ചേച്ചിയമ്മ, വാടി ഇവിടെ. അമ്മേ, ചേച്ചിയമ്മ. മേലാൽ ഈ റൂമിലോ പരിസരത്തോ നിന്നെ കണ്ട നിന്റെ തൊടയിലെ തൊലി പൊളിച്ചെടുക്കും ഞാൻ. കേട്ടോടി? മോളെ ഒന്നും പറയണ്ട, അവൾ അറിയാതെ. എന്റെ മോളെ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇവൾക്കറിയില്ലായിരിക്കും, പക്ഷെ മുതിർന്നവർക്കറിയാലോ. എന്റെ മോളെ ഇനി തൊട്ടാ ഏത് തമ്പുരാട്ടിയാണെങ്കിലും ആ കൈ ഞാൻ വെട്ടും. ചേച്ചിയമ്മയുടെ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ആരാടി നിന്റെ ചേച്ചിയമ്മ? ഇതാണോ നിന്റെ ചേച്ചിയമ്മന്ന്? ഇതല്ലേ ചേച്ചിയമ്മ? അമ്മേ, ഇതല്ലേ വിഷ്ണുച്ചന്റെ ചേച്ചിയമ്മ? ഇത് നിന്റെ ചേച്ചിയമ്മന്നല്ല, ഇത് വേറേതോ. എന്റെ മോളൻ, നിന്റെ ചേച്ചിയമ്മയുടെ പേരുച്ചരിക്കാനുള്ള യോഗ്യതയില്ല ഇവറ്റോൾക്കൊന്നും. വാടി ഇങ്ങോട്ട്, വാ. വരാൻ. ഞാനിനി മിണ്ടില്ല വിഷ്ണുച്ചനോട്, കൂട്ട വെട്ടി. എടി വാടി ഇങ്ങോട്ട്. അവളെ ഒരുപാട് ഇഷ്ടമല്ലേ വിഷ്ണുവേട്ടന്? സത്യ എന്ന് പറയുന്നത് ഇവര് രണ്ടാളും ഒരുമിച്ചാണോ ശാലിനെ അന്വേഷിച്ച് നടന്നത്? ഞാനതൊക്കെ ഇപ്പോഴാ. കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ. സാരമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നൂലാമാലയുടെ കുരുക്കഴിച്ചെടുക്കാം. ഞാനുണ്ടല്ലോ ഒപ്പം. വിഷമിക്കണ്ട, ശാലിനി മടങ്ങിയെത്തുമ്പോ പപ്പിയുടെ സ്നേഹം 10 മടങ്ങായി മടങ്ങിയെത്തും. അതോർത്ത് ആശ്വസിക്കേ. ഞാനിപ്പോ നഷ്ടങ്ങളുടെ കണക്കെടുക്കാറില്ല കാർത്തിക. ശ്രമിച്ച അതിനുള്ളൂ ബാക്കി ജന്മം.
ആശാൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? എന്താടാ? എന്താടെന്നോ? ഇപ്പൊ താഴെ നടന്നതിൽ മുഴുവൻ സമാധാനം പറയണം ആശാൻ. കമല, അത് ആശാനെ, ആ നിൽക്കുന്ന ശ്യാമക്കൊച്ചിനെ അറിയില്ലേ? ഒരുപക്ഷെ ഏട്ടത്തേമ്മയ്ക്ക് പോലും മുഴുവനായിട്ട് അറിയില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ആശാന്റെ നിഴല ഈ കമലൻ. ഒരേ പ്രായമാണെങ്കിലും വിഷ്ണുവശന്റെ ഹീറോ ആയിരുന്നു. ആശാനെ എന്ന് വിളിക്കുമ്പോഴും മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനവും തന്നിട്ടുള്ളത്. ആശാൻ അതറിയാലോ. കമല, അതിനിപ്പോ ആശാനെ, ആശാൻ എന്ത് പറഞ്ഞാലും ചെയ്താലും അത് ശരിയാ. എന്നെ അടിച്ചാലും ഞാനത് കൊള്ളേണ്ട ആളാ, പരാതിയില്ല. അമ്മയോടും ചേച്ചിയോടും വരെ അതിനു വേണ്ടി വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. എന്റെ ആശാനല്ലേ എന്നെ അടിച്ചത്, നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചിട്ട്. അതൊരു അവകാശമാണെന്ന് എനിക്കറിയില്ല. എന്നാലും ആ അവകാശത്തിൽ തന്നെയാ ആശാനെ ചോദിക്കുന്നേ. ആ പെൺകുച്ചി ഏതാണ് ആശാനെ? ആശാൻ താലി കെട്ടിക്കൊണ്ടുപോകുന്ന ഭാര്യ എന്ന് പറയുന്ന ആ പെണ്ണ്. ആശാനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. അതാ എന്റെ ആശാൻ. കമല, ആശാനെ പോലെ തന്നെ എനിക്ക് നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. ആശാൻ ഏട്ടത്തേമ്മ ആദ്യമായി കണ്ട ദിവസം, അന്ന് മാർക്കറ്റിൽ വെച്ച്. ആ നിമിഷം മുതൽ ദേ ഇന്ന് വരെ, ദേ കുറച്ച് മുൻപ് വരെ ആശാന്റെ നെഞ്ചിൽ പടപ്പായിരുന്നു ഏട്ടത്തിയമ്മ. മധുശ്രീയായി സത്യമ്മ കല്യാണത്തിന് നിർബന്ധിച്ചപ്പോഴും ആശാൻ മടിച്ചു നിന്ന് എന്തിനാ? ശാലിനി അടുത്ത് ഓർത്തല്ലേ? അല്ലെങ്കിൽ എന്തിനാ ആശാനെ സത്യമ്മ കല്യാണത്തിന് കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോഴും ആശാൻ 6 വർഷം പിടിച്ചു നിന്നത്? ശാലിനി അടുത്ത് മാത്രം മതി. മറ്റൊരു ബന്ധത്തെ പറ്റി ആലോചിക്കുന്നത് പോലും ഭ്രാന്ത് പിടിപ്പിക്കുമെന്ന് ആശാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? പരസ്പരം സ്നേഹിക്കുന്ന 2 ആൾക്കാര് അടുത്തു വരുമ്പോ ഹൃദയത്തിന് പ്രത്യേക ഒരു തുടുപ്പൊക്കെ ഉണ്ടാവുമെന്ന്, ആ സാന്നിധ്യം അറിയാമെന്നൊക്കെ ആശാൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ആശാന്റെ തോന്നലാണെന്ന് വേറൊരു ബന്ധത്തെ പറ്റി ആലോചിക്കാനും ഈ ഞാൻ തന്നെ ആശാന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ കുറച്ചു ദിവസം മുമ്പ്. അന്ന് ഏട്ടത്തമ്മ എവിടെയാന്ന് പോലും അറിയില്ല ആശാന്. എന്നിട്ട് ആശാൻ അത് സമ്മതിച്ച് തന്നോ? ഇപ്പോ ഏട്ടത്തമ്മ നേരെ ആശാന്റെ മുന്നിലേക്ക് വന്നപ്പോ ആശാന് എന്താ പറ്റേ? ആശാന്റെ ഹൃദയത്തെ തുടുപ്പൊക്കെ എവിടെ പോയി? അതിനിടെ ഞാൻ പോലും അറിയത് എവിടെ നിന്ന് വന്നു ഈ കാർത്തിക? വിഷ്ണുവേട്ടന് എങ്ങനെ മനസ്സ് വന്നു എന്റെ കുഞ്ഞീച്ചിയോട് ഈ ചതി ചെയ്യാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.